ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. 2022-2023 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി അവാർഡുകൾ 94 പ്രമുഖ കലാകാരന്മാർക്ക് ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. സംഗീതം, നൃത്തം, നാടകം, നാടോടി ആദിവാസി കലകൾ, പാവകളി, അനുബന്ധ നാടക കലാരൂപങ്ങൾ എന്നീ മേഖലകളിലാണ് പുരസ്കാരങ്ങൾ നൽകിയത്. അക്കാദമി അവാർഡുകൾക്ക് പുറമെ ചടങ്ങിൽ 7 പ്രമുഖ കലാകാരന്മാർക്ക് സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പും രാഷ്ട്രപതി മുർമു സമ്മാനിച്ചു. ഇന്ത്യയുടെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും രംഗകലകൾക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ വെള്ളിയാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് കോവളത്ത് നടക്കുന്ന രാജാനക പുരസ്കാരദാന ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ചടങ്ങിൽ സംബന്ധിക്കും. ഇടുക്കി വാഗമണ്ണിലെ അഭിനവ ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ബീഹാറിൽ 13,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. പശ്ചിമ ചമ്പാരനിലെ ബേത്തിയയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ബീഹാറിന്റെ വികസനം വികസിത ഇന്ത്യയ്ക്ക് തുല്യ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു. അതിനായി വേണ്ടതെല്ലാം എൻഡിഎ സർക്കാർ ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തെ ഇരട്ട എഞ്ചിൻ സർക്കാരിലൂടെ ബീഹാറിന്റെ വികസനത്തിന് ചിറക് ലഭിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. അർദ്ധചാലക മേഖലയിൽ യുവാക്കളെ കാത്തിരിക്കുന്നത് വൻ തൊഴിൽ അവസരങ്ങളാണെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഈ മേഖലയിൽ 2.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ നിർദ്ദേശങ്ങളാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിക്ക് കീഴിലുള്ള 4ാമത് സെമി കോൺ ഇന്ത്യ ഫ്യൂച്ചർ ഡിസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭാരത് സെമി കണ്ടക്ടർ റിസർച്ച് സെന്റർ തിരുവനന്തപുരം വലിയമലയിലുള്ള IIST ക്യാമ്പസിൽ സ്ഥാപിക്കുന്നത് സജീവ പരിഗണനയിലാണെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. സെമി കണ്ടക്ടർ മേഖലയിൽ രാജ്യം അതിവേഗം മുന്നേറുകയാണെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അഴിമതിയും ഖജനാവ് ചോർച്ചയും ഇല്ലാതായ 10 വർഷത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരത്ത് വാമനപുരം മണ്ഡലം NDA തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന സൌകര്യ വികസനത്തിൽ രാജ്യം വലിയ കുതിപ്പാണ് നടത്തിയതെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കേരളത്തിൽ വന്യജീവി ആക്രമണം മൂലമുള്ള ദാരുണ സംഭവങ്ങൾ കണക്കിലെടുത്ത് മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം കൂടി ഇതിൽ ഉൾപ്പെടുത്തി ഏകോപിപ്പിക്കും. ഇതിനായി സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായി സമിതി രൂപീകരിക്കും. മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള 4 സമിതികൾ ജില്ലാ പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ രൂപീകരിക്കും. ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ് ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ തസ്തികയിലേക്ക് 2 വർഷ കരാർ അടിസ്ഥാനത്തിൽ പ്രസാർ ഭാരതി അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾ newsonair.gov.in/vacancies എന്ന വെബ്സൈറ്റിലുണ്ട്. ഓൺലൈൻ അപേക്ഷകൾ applications.prasarbharati.org എന്ന വെബ് ലിങ്കിൽ 2024 മാർച്ച് 19 ലഭ്യമാക്കേണ്ടതാണ്. എറണാകുളം ജില്ലയിലെ പിറവത്ത് മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ 3 അതിഥി തൊഴിലാളികൾ മരിച്ചു. കെട്ടിടത്തിനായി മണ്ണെടുക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. സംസ്ഥാനത്ത് പ്രവർത്തന സജ്ജമായ പുതിയ 31 ഹോമിയോ ഡിസ്പെൻസറികളുടെ ഉദ്ഘാടനം നാളെ മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിക്കും. ഹോമിയോ മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തിക ഉൾപ്പെടെ സൃഷ്ടിച്ചാണ് ഹോമിയോ ഡിസ്പെൻസറികൾ യാഥാർത്ഥ്യമാക്കിയത്. സംസ്ഥാന വനിതാ രത്ന പുരസ്കാരങ്ങൾ മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു. കണ്ണൂർ ചെറുപുഴ സ്വദേശി ട്രീസ ജോളി, എറണാകുളം ജില്ലയിലെ ജിലുമോൾ മാരിയറ്റ് തോമസ്, കോഴിക്കോട് ജില്ലയിലെ വിജി പെൺകൂട്ട്, പാലക്കാട് ജില്ലയിലുള്ള ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ ഡയറക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യം എന്നിവർ പുരസ്കാരത്തിന് അർഹരായി. വനിതാ ശിശുവികസന വകുപ്പിന്റെ സ്ത്രീ ശാക്തീകരണ രംഗത്തെ പ്രത്യേക പുരസ്കാരം കുടുംബശ്രീക്ക് നൽകും. കേരള സർവകലാശാല യുവജനോത്സവത്തിന് നാളെ തിരുവനന്തപുരത്ത് തിരിതെളിയും. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 11 വരെയാണ് യുവജനോത്സവം. ശിവരാത്രിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ വെള്ളി ശനി ദിവസങ്ങളിൽ സർവീസ് ദീർഘിപ്പിക്കും. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിനെത്തുന്നവരുടെ സൌകര്യാർത്ഥമാണ് സമയം നീട്ടുന്നത്. ആലുവയിൽ നിന്നും തൃപ്പൂണിത്തുറ ടെർമിനലിൽ നിന്നും ഈ ദിവസങ്ങളിൽ രാത്രി 11:30 വരെ സർവീസ് ഉണ്ടായിരിക്കും. വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സമൂഹത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ നൽകുന്ന കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ പുരസ്കാരങ്ങൾ രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിതരണം ചെയ്തു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ഗുജറാത്ത് ജയന്റ്സിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഗുജറാത്ത് ജയന്റ്സ് 13 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 140 റൺസ് നേടിയിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.